ഡിയേഴ്സ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം January 1 തൊട്ട് 31 വരെ നമ്മുടെ സ്റ്റുഡിയോയിൽ 299 ഓർ ലെസ് എന്നുള്ള ഓഫറിൽ പ്രൊഡക്ട്സ് സെയിൽ നടക്കുന്നുള്ളതായിട്ട് അല്ലേ. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തൊക്കെ കണ്ടിട്ടാണ് ഞാനും സ്റ്റുഡിയോയിൽ ഷോപ്പിങ്ങിനായിട്ട് പോയത്. പക്ഷേങ്കിൽ എന്ത് പറയാനാണ്, ഇപ്പോൾ നമുക്കറിയാം ഞാൻ പോയ ദിവസം എന്ന് പറയുന്നത് January 24 അതുകൊണ്ട് തന്നെ കളക്ഷൻസൊക്കെ വളരെ കുറവായിരുന്നു. ഇത് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു റാക്കിലുള്ളത് മാത്രമായിരുന്നു 299 ഡ്രസ്സസ് ഉണ്ടായിരുന്നത്. ഈ കാണിക്കുന്നതെല്ലാം തന്നെ 299 ഡ്രസ് കാറ്റഗറിയിൽ വരുന്ന പല മോഡൽസിലുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഓഫ് ഷോൾഡർ പാറ്റേൺസ്, വൺ ഷോൾഡർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അതുപോലെ തന്നെ നോർമൽ കുർത്തീസ് ടൈപ്പ്, വി നെക്ക്, അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ കട്ട് വരുന്ന ടൈപ്പ്. കണ്ടോ, ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ അവിടെ കട്ട് വരുന്ന ടൈപ്പാണ്. കൂടുതലും വെസ്റ്റേൺ വെയേഴ്സിലായിരുന്നു ഈ 299 ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി, അതായത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കൈൻഡ് ഓഫ് ഡ്രസ്സസ് കുറവായിരുന്നു. പിന്നെ ഇതുപോലെ ബാക്കി സാധാരണ സ്റ്റുഡിയോയിലുള്ള കളക്ഷൻസ് ഇന്ന് ഫ്രൈഡേ കൂടി ആയിരുന്നത് കൊണ്ട്, അതായത് January 24 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈഡേ ആയിരുന്നത് കൊണ്ട് തന്നെ അവർ പുതിയ കളക്ഷൻസ് അവർ ഇടുന്നത് ഫ്രൈഡേസിലാണല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി കളക്ഷൻസ്, അതായത് ഓഫർ ഇല്ലാത്ത കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഓഫറിലുണ്ടായിരുന്നത് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന അടുത്തൊരു സെക്ഷനിൽ 299 ഉണ്ടായിരുന്നത് ബോഡിക്കോൺ ഡ്രസ്സസ് ആയിരുന്നു. അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. ബോഡിക്കോൺ ഡ്രസ്സസ്, അതുപോലെ ഡെനിമിൽ വന്നിട്ടുള്ള ക്രോപ്പ് ടോപ്സ്, അങ്ങനത്തെയൊക്കെ എല്ലാ സൈസൊന്നുമില്ല, സൈസൊക്കെ കട്ടാണ്. അത് അറിയാമല്ലോ, ഇപ്പം മന്ത് എൻഡ് ആവാറായല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കാം കളക്ഷൻസ് കുറവ്. പക്ഷേ ബാക്കി സ്റ്റുഡിയോ കളക്ഷൻസ് എല്ലാം ഒരുപാടുണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം ഓഫർ ഇല്ലാത്ത കളക്ഷൻസാണ്. ഇതുപോലത്തെ ഷർട്ട്സ് പാറ്റേൺസ്, അതുപോലെ ഷർട്ട് കുർത്തീസ്, ബോട്ടംസ്, ഇതൊക്കെ ഇഷ്ടം പോലെ ഇന്ന് ചെന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ പോയതെന്ന് പറയണത് ഓഫർ സെയിലുള്ള കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ഓർത്തിട്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആരും തന്നെ പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ സ്റ്റുഡിയോസിലും തന്നെ ഓൾമോസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഔട്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബില്ല് ചെയ്യാൻ ചെന്ന സമയത്ത് അവരോട് ചോദിച്ചപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു സ്റ്റോക്കൊക്കെ കഴിയാറായി, അതുകൊണ്ടാണെന്ന്. ഈ കാണിക്കുന്നതെല്ലാം 299, 399 വരുന്ന ടോപ്സൊക്കെയാണ്. ഇത് സ്റ്റുഡിയോയിൽ ഷോപ്പിങ്ങിന് പോയിട്ടുള്ളവരൊക്കെ തന്നെ കണ്ടിട്ടുള്ള തന്നെയായിരിക്കും. കാരണം നമ്മൾ സാധാരണ കാണാറ് ഉള്ള പാറ്റേൺസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് തെള്ളകത്തുള്ള സ്റ്റുഡിയോയിലാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോ ഷോപ്പിംഗ് ഹോൾ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു സെയിൽ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പോയതല്ലേന്ന് ഓർത്ത് അവിടുത്തെ ഇപ്പോൾ ഉള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ ഓർത്തു. എനിക്കൊരു കോഡ് സെറ്റ് വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഒന്നും ഓഫർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇതൊക്കെ ഹോം വെയറിൻ്റെ കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ കോഡ് സെറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് 399 റേറ്റ് വരുന്നത്, 799 വരുന്ന കോഡ് സെറ്റ്സ് ആണ്. സെറ്റ് ആയിട്ടുള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഇതൊക്കെ ബിക്നീസ്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ്, ഇതിനൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് 299 ഒക്കെ റേറ്റിലുള്ള സംഭവങ്ങൾ 99, 49 ഒക്കെ റുപ്പീസിന് ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. ജ്വല്ലറീസിന് ഞാൻ കഴിഞ്ഞ തവണ പോയതിനെക്കാട്ടിലും കളക്ഷൻസ് ഇത്തവണ ഉണ്ടായിരുന്നു. ഈ ഇയറിങ്സ് ഒക്കെ പെയറിന് റേറ്റ് വരുന്നത് 99 ആണ്. അതുപോലെ തന്നെ നെക്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കാം സാധാരണ ഉള്ള കളക്ഷൻസ് ഇഷ്ടം പോലെ തന്നെ ഉണ്ടായിരുന്നു. ഓഫറിലുള്ളതായിരുന്നു നമുക്ക് ഇല്ലാതിരുന്നത്. അതുപോലെ തന്നെ സ്പ്രേസ്, പെർഫ്യൂംസ്, പിന്നെന്താണ് ഈ ബാഗൊക്കെ 199, 299, 499 ഒക്കെ റേറ്റ് വരുന്നതായിരുന്നു. നല്ല ബാഗൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലിപ് ബാംസ് ഉണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ 199 ആണ്. 4 എണ്ണത്തിൻ്റെ സെറ്റിന് റേറ്റ് വരുന്നത്. ന്യൂഡ് ഷെയ്ഡും അല്ലാത്ത ടൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് എന്നോടൊരു കുട്ടി, അറിയാലോ എൻ്റെ ഇപ്പോൾ ഒരുപാട് വ്യൂസോ അല്ല സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല, എന്നാലും ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ ഒരു കുട്ടീനോട് ഹീൽസിൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തവണ സാൻഡൽസിൻ്റെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹീൽസും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം 399 ഒക്കെ റേറ്റ് വരുന്നതാണ്. പിന്നെ ഈ 399 കുർത്തീസിന് എല്ലായ്പ്പോഴും 399 തന്നെയാണ് അവരുടെ റേറ്റ് ഉണ്ടാവുക. അതുപോലെ 299 കുർത്തീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ചെന്നപ്പോഴത്തേക്കും കുറേ ഹെയർ ആക്സസറീസ് കാണാൻ പറ്റി. ഇതൊക്കെ നല്ല രസമുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഒരു 6 എണ്ണത്തിൻ്റെ സെറ്റിന് റേറ്റ് വരുന്നത് 79 റുപ്പീസാണ്.
പിന്നെ ഈ കാണുന്നതൊക്കെ നോർമൽ എന്താണ് സാധാരണ സ്റ്റുഡിയോയിൽ കാണാറുള്ള കളക്ഷൻസ് ആണ്, നോർമൽ റേറ്റ് തന്നെ. ഇതൊക്കെ ആയിരുന്നു ഹീൽസിൻ്റെ കളക്ഷൻ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹീൽസിൻ്റെ കളക്ഷൻ കാണുമെന്ന് പറഞ്ഞ് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും കളക്ഷനിലോട്ടാണ്. ഓഫറൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് അധികം പോയില്ല. പിന്നെ കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് എന്താണ് വാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓഫറിലുള്ളതല്ല ഒന്നും തന്നെ, അവിടെ ഓഫറേ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ സെക്ഷനിൽ. ഇതൊക്കെ എന്ന് പറയുന്നത് 399 499 ഒക്കെ വരുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെയൊക്കെ സെറ്റാണ്. അപ്പോൾ അങ്ങനത്തെ 2 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഹോൾ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതെല്ലാം തന്നെ ഈ കാണിക്കുന്നതെല്ലാം തന്നെ എന്താണ് 399 സെറ്റുകളായിരുന്നു. പിന്നെ ഈ കാണുന്ന ടീഷർട്ട്സ് എല്ലാം 149 റുപ്പീസിൻ്റെ ആയിരുന്നു. പിന്നെ നല്ല 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 കുട്ടി ഫ്രോക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ടീഷർട്ട്സ് മാത്രമായിട്ടുള്ളതാണ്. ഇതല്ലാണ്ട് ഈ ടീഷർട്ട് സ്കേർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ട്രൗസേഴ്സ് സെറ്റായിട്ട് വരുന്നതിനെല്ലാം 399 ആണ് റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ എന്താണ് 599 499 ഒക്കെ ഫ്രോക്സും ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒക്കെ എന്താണ് 299 ടീഷർട്ട്